ഫിഖ്ഹിൽ നമ്മൾ ഇന്ന് പറഞ്ഞത് 21-ാമത്തെ പാഠാണ്. അതിൽ ഖുതുബയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഖുതുബയുടെ ഷർത്തുകൾ 9 പറഞ്ഞു. 9 ഷർത്തുകൾ ഒന്ന് ചെറിയ രൂപത്തിൽ ഇപ്പോൾ പറയാണ്. ഒന്നാമത്തെ ഷർത്ത്, ജുമുഅയുടെ അഹ്ലുകാരായ 40 ആളുകളെ കേൾപ്പിക്കുക എന്നുള്ളതാണ് ഖുതുബയുടെ ഷർത്തുകളിൽ ഒന്നാമത്തെ ഷർത്ത്. ജുമുഅയുടെ അഹ്ലുകാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഓരോ പ്രദേശത്തും ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമായ ഓരോ പ്രദേശത്തെയും സ്ഥിരതാമസക്കാരായ ആ നാട്ടിലെ ജുമുഅയിൽ പങ്കെടുക്കേണ്ടതായ ആളുകൾ, അവരെ അങ്ങനെയുള്ള 40 പേരെയെങ്കിലും കേൾപ്പിക്കുന്ന രീതിയിലായിരിക്കണം ഖുതുബ നിർവഹിക്കേണ്ടത്. വളരെ സ്വകാര്യമായി മുന്നിലുള്ള ഒരു സഫിലുള്ള 10-12 ആൾക്കാർ മാത്രമേ കേൾക്കുള്ളൂ ഇയാൾ ഖുതുബ നിർവഹിക്കുന്നത്. എന്നാൽ ആ ജുമുഅ സ്വഹീഹാവില്ല. ഖുതുബ ശരിയായിട്ടില്ലെങ്കിൽ ജുമുഅ ശരിയാവുകയില്ല. അതാ പറയുന്നത്. ജുമുഅയുടെ അഹ്ലുകാരായ 40 പേരെയെങ്കിലും കേൾപ്പിക്കുന്ന രീതിയിലായിരിക്കണം. രണ്ടാമത്തെ ഷർത്ത് എന്താണ്? അറബി ഭാഷയിലായിരിക്കണം. മാതൃഭാഷയിൽ പറ്റില്ല. മറ്റു അറബി അല്ലാത്ത മറ്റു മാതൃഭാഷകളിൽ ഖുതുബ നിർവഹിക്കാൻ പാടില്ല. മറ്റു പുത്തൻവാദികളെ പോലെ, മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള നവീന ആശയക്കാരുണ്ടാകും. അവരുടെ ജുമുഅ സ്വഹീഹാവുകയില്ല. മാതൃഭാഷയിൽ മലയാളത്തിൽ ഖുതുബ ഓതുന്നുണ്ടെങ്കിൽ ശരിയാവുകയില്ല. 3, കഴിവുള്ളവൻ നിൽക്കാൻ കഴിയുന്നയാളാണ് ഖുതുബ ഓതുന്നതെങ്കിൽ അവർ നിൽക്കണം. ഖുതുബ കേൾക്കുന്ന ആളുകൾ നിൽക്കേണ്ടതില്ല. എല്ലാവരും താഴെ ഇരുന്നാൽ മതി. നിങ്ങളൊക്കെ ജുമുഅക്ക് പോയാൽ ഖുതുബ കേട്ട് ഇരിക്കലല്ല, നിൽക്കാറുണ്ടോ? 4, ഔറത്ത് മറക്കുക. 5, ശുദ്ധി ഉണ്ടായിരിക്കുക. 6, 2 ഖുതുബയുടെ ഇടയിൽ ഇരിക്കുക. ഇതൊക്കെ പാലിക്കേണ്ടതാണ്. ഖതീബ് ചെയ്യുന്നത് കാണാം. 7, തുടർച്ചയായിരിക്കുക. ഒരു ഖുതുബ നിർവഹിക്കുക, അത് കഴിഞ്ഞ് ഇരിക്കുക, രണ്ടാമത്തെ ഖുതുബ ഓതുക, അങ്ങനെ തുടർച്ച ഉണ്ടാവും. 8, ളുഹറിന്റെ സമയത്തായിരിക്കുക. തുടർച്ച ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ഖുതുബക്ക് ശേഷം തന്നെയാണ് നിസ്കാരം വേണ്ടത്. ആ തുടർച്ച വേണം. ആദ്യ നിസ്കാരം പിന്നെ ഖുതുബയും ഓതേ പറ്റില്ല. 8ാമത്തത് ളുഹറിന്റെ സമയത്തായിരിക്കുക. 9, ഖതീബ് പുരുഷനായിരിക്കുക. അപ്പോ ഖതീബ് സ്ത്രീ ആകാൻ പാടില്ല, പുരുഷൻ തന്നെ ആയിരിക്കണം. ഖതീബ് എന്ന് പറഞ്ഞാൽ ഖുതുബ ഓതുന്നയാൾ കേട്ടോ. ഖുതുബ ഓതുന്നയാൾ പുരുഷനായിരിക്കണം. മറ്റു ഖുതുബകൾക്ക് പുരുഷനായിരിക്കലും അറബിയിൽ ആയിരിക്കലും മാത്രമേ ഷർത്തുള്ളൂ. മറ്റു ഖുതുബകൾ എന്ന് പറഞ്ഞാൽ പെരുന്നാൾ നിസ്കാരത്തിനുള്ള ഖുതുബ, അതുപോലെ അങ്ങനെയുള്ള സുന്നത്തായ നിസ്കാരങ്ങൾക്കുള്ള ഖുതുബ. ഈ ഖുതുബകൾക്ക് ആരാണ് ശബ്ദിക്കുന്നത്? ഫാത്തിമ, മൈക്ക് ഓഫ്. റമീൻ, ആരാ വീട്ടുന്ന ശബ്ദം? ഓക്കെ. മറ്റ് ഖുതുബകൾക്ക് പുരുഷനായിരിക്കുക എന്നതും അറബി ഭാഷയിലായിരിക്കലും മാത്രമേ ഷർത്തുള്ളൂ. ബാക്കി ഷർത്തുകളൊന്നും ഇല്ല, പാലിക്കേണ്ടതില്ല. ഖുതുബയുടെ ഫർദുകൾ 5 ഉള്ളൂ. 1, അള്ളാഹുവിനെ സ്തുതിക്കൽ. അള്ളാഹുവിനെ സ്തുതിക്കാണ് ചെയ്യുന്നത്. ഖതീബ് എഴുന്നേറ്റ് നിന്നാൽ അൽഹംദുലില്ലാഹ്, ഫസ്റ്റ് തന്നെ അൽഹംദുലില്ലാഹ് എന്നാണ് പറയാ, അല്ലെ? അത് അള്ളാഹുവിനെ സ്തുതിക്കുക. 2 ഖുതുബയുടെ തുടക്കത്തിൽ അൽഹംദുലില്ലാഹ് എന്ന് തന്നെയാണ്. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞുകൊണ്ട് സ്വലാത്ത് ചൊല്ലൽ. നബിയുടെ പേര് തന്നെ പറഞ്ഞ് സ്വലാത്ത് ചൊല്ലുക. ഇവ രണ്ടും ഹംദിന്റെയും സ്വലാത്തിന്റെയും ലഫ്ദ് കൊണ്ട് തന്നെ ആയിരിക്കണം. അൽഹംദുലില്ലാഹ് അല്ലെങ്കിൽ അഹ്മദുല്ലാഹ്, ഇങ്ങനെയുള്ള ഹംദിന്റെ വചനങ്ങൾ കൊണ്ടായിരിക്കണം. പിന്നെ സ്വലാത്തും അതുപോലെ തന്നെ സ്വലാത്തിന്റെ വചനങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടായിരിക്കണം, ഉച്ചരിച്ചുകൊണ്ടായിരിക്കണം. 3, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യൽ. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹ് അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വയോടെ ജീവിക്കണം. അതാണ് തഖ്വ. തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ പൂർണ്ണമായി അനുസരിക്കുക, വിരോധിച്ച കാര്യങ്ങൾ, ഹറാമാക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന്
ഒഴിവാക്കുക. ഇതിനാണ് കഴിഞ്ഞോ? സംസാരം കഴിഞ്ഞോ? ഓക്കെ. നിങ്ങൾ ആരെങ്കിലും മൈക്കിലൂടെ ഞാൻ എന്റെ ക്ലാസ്സിന്റെ ഇടയിൽ ശബ്ദം കേട്ട എന്റെ ക്ലാസ് നിൽക്കും. കുട്ടികൾക്ക് ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റുന്ന രീതിയിൽ വേണം ഇരിക്കാൻ. ശരി, ഞാൻ പറഞ്ഞത് എവിടെ എത്തി ഒന്ന് പറഞ്ഞതാ, ഞാൻ മറന്നുപോയി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ ക്ലാസ്സിനിടയിൽ സംസാരിക്കരുത് എന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഞാൻ മാത്രമല്ല, എല്ലാ ടീച്ചർമാരും പറയും, എല്ലാ ഉസ്താദന്മാരും പറയും, ക്ലാസ്സിനിടയിൽ സംസാരിച്ചാൽ പറഞ്ഞു വരുന്ന വിഷയം തന്നെ വിട്ടുപോകും. നിങ്ങൾ ആരും സംസാരിച്ചതല്ല, നിങ്ങളെ കൂടെ ഇരിക്കുന്ന കുട്ടികൾ സംസാരിക്കുന്നത് ഇവിടെ കേട്ടതാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ചെറിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾക്ക് പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റൂല, എല്ലാം അതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ. ചെറിയ കുട്ടികളോട് അവർക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവില്ല. ശരി, മൂന്നാമത്തെ ഫർദ്. ഇപ്പൊ നമ്മൾ ഫർദാണോ ഷർത്താണോ പറയുന്നത്? ഹാദിയ, ഹലീമ മൈക്കോണാക്കി പറഞ്ഞേ. ഷർത്താണോ ഫർദാണോ നമ്മൾ പറയുന്നത്? മൈക്കോണാക്കി പറയണം. പറ. ആ, എന്തിന്റെ ഷർത്താ നമ്മൾ പറയുന്നത് ഇപ്പൊ? ഖുത്ബയുടെ ഷർത്ത് അല്ലെ? എത്രാമത്തെ? ഇനി ഏത് ഷർത്താ നമ്മൾ പറയാനുള്ളത്? പറഞ്ഞു എടുത്തി ഒന്ന് പറഞ്ഞേ. ഹത്തീബ് പുരുഷനായിരിക്കുക. അവിടെ എത്തിയിട്ടുള്ളൂ. ഹത്തീബോ? ഓക്കെ, യുവർ ഇന്റർനെറ്റ് കണക്ഷൻ ഈസ് അൺസ്റ്റേബിൾ. കണക്ഷൻ വളരെ സ്ലോ ആണ്. ഹൻഫ പറഞ്ഞേ. ഹൻഫ നമ്മളിപ്പോ പറഞ്ഞത് എവിടെ എത്തി? മൈക്കോണാക്ക് എന്റെ ഹൻഫ. ആ, നമ്മൾ ഫർളാണോ ഷർത്താണോ പറയുന്നത്? ആ, ഫർദിൽ നമ്മൾ എത്ര ഫർദുകൾ പറഞ്ഞു കഴിഞ്ഞു? 3. മൂന്നാമത്തെ ഫർദ്. വെരി ഗുഡ്. ഇങ്ങനെ ശ്രദ്ധിക്കണം. നിങ്ങളെ മുഖം കണ്ടാലേ എനിക്കറിയാം നിങ്ങൾ പൂർണ്ണമായി ഇവിടെ തന്നെയാണ് ഉള്ളത് എന്നൊക്കെ മനസ്സിലാകും. ഓക്കെ, അതിനാ നിങ്ങളോട് ക്യാമറ ഓൺ ആക്കി ഇരിക്കണം എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഇവിടെ എന്റെ കൂടെ തന്നെ വേണം. വീട്ടിലെ ഒരു സംസാരത്തിലും മറ്റ് ശബ്ദത്തിലും ഒന്നും പെട്ടുപോകരുത്. ഇവിടെ തന്നെ 3 ഫറദുകൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാമത്തത് അള്ളാഹുവിനെ സ്തുതിക്കുക. 2 നബിയുടെ പേര് പറഞ്ഞുകൊണ്ട് സ്വലാത്ത് ചൊല്ലുക. 3 തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യൽ. 4ാമത്തെ ഫർദ് 2-1 ഖുത്ബയിൽ അർത്ഥപൂർണമായ ഒരു ആയത്ത് ഓതൽ. അർത്ഥപൂർണമായ ഒരു ആയത്ത് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പൂർണമായ അർത്ഥം ലഭിക്കുന്ന ആയത്ത് ഓതുക എന്നാണ്. അർത്ഥം പൂർണ്ണമായി ആളുകൾക്ക് മനസ്സിലാവാത്ത ആയത്താണ് യാസീൻ. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയോ? ഹാമീം. അറിയോ? അർത്ഥം അറിയോ? അറിയില്ല. നമുക്കാർക്കും അതിന്റെ അർത്ഥം പൂർണ്ണമായി അറിയില്ല. കാഫ് ഹാ യാ ഐൻ സ്വാദ്. അങ്ങനെ ഒരു ആയത്തുണ്ട് സൂറത്ത് മറിയം. സൂറത്ത് മറിയം 1ാമത്തെ ആയത്താണ് ഞാനിപ്പോ ഓതിയത്. അതിനും ആർക്കും അതിന്റെ പൂർണ്ണമായ അർത്ഥം പറയാൻ കഴിയില്ല. അത് അല്ലാഹു തആല, അതിന്റെ പൂർണ്ണമായ അർത്ഥം അല്ലാഹു തആലക്ക് മാത്രമേ അറിയുള്ളൂ. എന്നാൽ പല തഫ്സീർ പണ്ഡിതന്മാരും ഓക്കെ ജസക്ക് സുഖമില്ലാത്തത് കൊണ്ട് കാണിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ജസയുടെ
എല്ലാ അസുഖങ്ങളും പ്രയാസങ്ങളൊക്കെ ഷിഫയാക്കി കൊടുക്കട്ടെ. ആമീൻ പറഞ്ഞോളൂ. ആമീൻ. 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 അപ്പൊ പൂർണ്ണമായ അർത്ഥം ഉള്ളതായ ആളുകൾക്ക് മനസ്സിലാകുന്നതായ ആയത്ത് ഓതണം. ഒന്നാമത്തെ ഖുത്ബയിൽ ഓതിയാലും മതി, അല്ലെങ്കിൽ രണ്ടാമത്തെ ഖുത്ബയിൽ ഓതിയാലും മതി. ഏതെങ്കിലും ഒരു ഖുത്ബയിൽ പൂർണ്ണ അർത്ഥമുള്ള ആയത്ത് ഓതുക. അത് ഫർദാണ്. അഞ്ചാമത്തെ ഫർദ് ഓ രണ്ടിലോതണ്ട. ഞാൻ വായിക്കാം. രണ്ടിലൊരു ഖുത്ബയിൽ അർത്ഥപൂർണമായ ഒരു ആയത്ത് ഓതൽ. ഫർദായി വരുന്നത് ഒരു ഖുത്ബയിൽ ഓതലേ ഫർദായിട്ട് വരുന്നുള്ളൂ. എന്നാൽ രണ്ട് ഖുത്ബയിലും ആയത്ത് ഓതാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഓതാറുണ്ട്. അത് ഫർള് ആയതുകൊണ്ടല്ല. രണ്ടിലും ആയത്ത് ഓതുക എന്നുള്ളത് ഫർളൊന്നുമല്ല. എന്നാലും ഖുത്ബയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി മറ്റ് സുന്നത്തുകൾ കൂടെ പാലിക്കുന്നതാണ്. ഫർളായി വരുന്നത് ഏതെങ്കിലും ഒരു ഖുത്ബയിൽ അർത്ഥപൂർണമായ ആയത്ത് ഓതുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ ഫർള് രണ്ടാം ഖുത്ബയിൽ മുഅ്മിനുകൾക്ക് വേണ്ടി ദുആ ചെയ്യൽ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. കേൾക്കാറുണ്ടോ? اللهم أجرنا من النار. اللهم أجرنا من النار. കേൾക്കാറുണ്ടോ? ഇതൊക്കെ മുഅ്മിനുകൾക്ക് വേണ്ടിയുള്ള ആദ്യം പറഞ്ഞതാണ് മുഅ്മിനുകൾക്ക് വേണ്ടിയുള്ള ദുആ. ഇതൊക്കെ ഫർദാണ്. മറ്റു ദുആകളോ അതൊക്കെ സുന്നത്തായി പൂർണ്ണതയ്ക്ക് വേണ്ടി ചെയ്യുന്ന ദുആകളാണ്. ഇനി പറയാം. ഇപ്പോ 9 ഷർത്തുകളുണ്ട്, 5 ഫർദുകളുമുണ്ട്. ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ആ ക്രമത്തിൽ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇനി അല്പം ചില കാര്യങ്ങൾ കൂടെ നമുക്ക് പറയാം. സ്വഹാബികളിൽ നിന്നുള്ള നേതാക്കൾക്കും ആരാണ് സ്വഹാബികളിൽ നിന്നുള്ള നേതാക്കൾ ആരൊക്കെയാണ്? ഖുലഫാഉർ റാഷിദുകൾ അല്ലെ, അറിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയോഗത്തിന് ശേഷം, നബി തങ്ങളുടെ വഫാത്തിന് ശേഷം സ്വഹാബികൾക്കിടയിൽ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ആരാണ്? ഫസ്റ്റ് ഒന്നാമത്തെ ഖലീഫ, നബി തങ്ങളുടെ പ്രതിനിധിയായി സ്ഥാനമേറ്റെടുത്തത് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ഒന്നാമത്തെ ഖലീഫയായത്. അവരാണ് സ്വഹാബികളിൽ ഏറ്റവും സ്ഥാനത്താൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് സ്വഹാബികളുടെ കൂട്ടത്തിൽ. രണ്ടാമത്തത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നാലാമത്തത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇവരാണ് സ്വഹാബികളിൽ ഏറ്റവും മുൻപന്തിയിലുള്ള നേതാക്കന്മാർ എന്ന് പറയുന്നത്. അപ്പോ സ്വഹാബികളിൽ നിന്നുള്ള നേതാക്കൾക്കും മുസ്ലിം നേതാക്കൾക്കും വേണ്ടി ദുആ ചെയ്യുക. എന്താണ്? അപ്പോ എല്ലാ ജുമുഅക്കും രണ്ടാം ഖുത്ബയിൽ സിദ്ദീഖ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പേര്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരൊക്കെ പറയാറില്ലേ? എല്ലാവരും റളിയല്ലാഹു അൻഹു എന്ന് പറയാറില്ലേ? പറയാറുണ്ട്. അതൊക്കെ ഫർളായത്, അത് ഫർളാണെന്നല്ല, അതൊക്കെ സുന്നത്തായിട്ട് വരുന്നതാണ് കേട്ടോ. മുസ്ലിം നേതാക്കൾക്കും വേണ്ടി ദുആ ചെയ്യും, മുസ്ലിം ഭരണാധികാരികൾക്ക് വേണ്ടി ദുആ ചെയ്യും. ഖുത്ബ മിമ്പറിലോ അതല്ലെങ്കിൽ ഉയരമുള്ള സ്ഥലത്തോ വെച്ചായിരിക്കുക. ഖുത്ബ ഓതുന്നയാൾ ഒരു ഹൈറ്റുള്ള ഒരു സ്റ്റേജ് പോലെയുള്ള ഒന്നിൽ കയറിയാണ് നിർവഹിക്കുക അല്ലെ. ഞാനിപ്പോ നിൽക്കുന്ന പള്ളിയിൽ ഖുത്ബ, ഇവിടെ ജുമുഅ ഇല്ലാത്ത പള്ളി ആയതുകൊണ്ട് ഇവിടെ മിമ്പറില്ല. ഗേൾസിന് മിമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി എന്ന് വരില്ല. ഇൻഷാ അള്ളാ നമ്മുടെ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ മിമ്പറിന്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഗ്രൂപ്പിൽ അയക്കാം. കണ്ടിട്ടില്ലെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ ഗ്രൂപ്പ് ചോദിക്കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തും ഗ്രൂപ്പിൽ ചോദിച്ചാൽ ഞാൻ ഗ്രൂപ്പിലൂടെ തരാം. സുലഭമാണ്. ഹൈപ്പർ മാർക്കറ്റ് ആണ് നമ്മുടെ ഗ്രൂപ്പ്. അതിലില്ലാത്ത ലഭിക്കാത്ത ഒരു വസ്തു ഉണ്ടാവില്ല. നിങ്ങൾ ചോദിച്ചാൽ മതി. പിന്നെ ഖത്തീബ്, ഖത്തീബ് എന്ന് പറഞ്ഞാൽ ആരാണ്? മിഫന്ന പറഞ്ഞേ, ആർക്കാ ഖത്തീബ് എന്ന് പറയാം? ക്യാമറ മൈക്ക് ഓൺ ആക്കണം.
ഞാൻ ഓണാക്കണോ? നിഫന്നെ റെഡി അല്ലേ? സ്റ്റെക്കാണോ? കേൾക്കുന്നില്ല? അൺസ്റ്റേബിൾ ആണ്. ഓക്കെ. ഖത്തീബ് എന്ന് പറഞ്ഞാൽ ഖുത്ബ ഓതുന്നയാളാണ്. ആ, ഖുത്ബ ഓതുന്നയാള് ഇപ്പോ ശബ്ദം കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടെ പറയുന്നു. സ്വഹാബികളിൽ നിന്നുള്ള നേതാക്കൾക്കും മുസ്ലിം നേതാക്കൾക്കും